അപ്രതീക്ഷിത പരാജയം. പിണറായി പറയാണ് ഇത് അപ്രതീക്ഷിത പരാജയം. എടോ വിജയ, ഇത് അപ്രതീക്ഷിത പരാജയമാണ് എന്ന് പറയാൻ തനിക്ക് ഉളുപ്പില്ലടോ, ഉളുപ്പില്ല തനിക്ക്. 10 വർഷം ഇവിടെ നീ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തങ്ങൾ, അതല്ലാതെ അതിന് വേറൊരു വാക്കില്ല കേട്ടോ. നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തം കൊണ്ടാണ് ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി ഇത്ര അപഹാസ്യമായ രീതിയിൽ തോറ്റത്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. സെബാസ്റ്റ്യൻ പോളിനെ അറിയണോ എനിക്ക്? ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു, നിങ്ങളുടെ പഴയ MLA ആയിരുന്നു സെബാസ്റ്റ്യൻ പോൾ, CPM-ന്റെ സഹയാത്രികൻ. സെബാസ്റ്റ്യൻ പോളിന്റെ അഭിപ്രായം ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലൊക്കെയുണ്ട്. സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്, സെബാസ്റ്റ്യൻ പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഇടത് തോൽവിക്ക് കാരണം പിണറായി. കേൾക്ക്, ഇടത് തോൽവിക്ക് കാരണം പിണറായി. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. നിന്റെ തോന്നിയാസം, നിന്റെ അർമാദിക്കല്, നിന്റെ പൊട്ടത്തരം, ഇതൊന്നും നിയന്ത്രിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. നിയന്ത്രിക്കേണ്ട ആരാണ്? നിന്നെക്കാൾ അധമനായ മറ്റൊരുത്തൻ, MV ഗോവിന്ദൻ. ആ തളിപ്പറമ്പ് സീറ്റ് നഷ്ടപ്പെടുത്തിയത് ആരാണോ നഷ്ടപ്പെടുത്തിയത്? ഇന്നലെ ഉളുപ്പില്ലാതെ പാർട്ടി സെക്രട്ടറി ഒന്ന് പറയാണ്, ഞങ്ങൾ ഇതൊക്കെ പരിശോധിക്കും, ഞങ്ങൾ തിരുത്തും. ആര്? ഗോവിന്ദൻ ഇതേപോലെ പരിഹാസ്യനായി ഇന്നവരെ ഒരു പത്രസമ്മേളനത്തിന് വന്നില്ല, ഒരക്ഷരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. ആകെ നാല് വാചകം പറഞ്ഞു. തോൽവി അന്വേഷിക്കും, അതിനുവേണ്ടി താഴെ തട്ടിലുള്ള പ്രവർത്തകരോട് സംസാരിക്കുന്നതാണ് ഗോവിന്ദൻ പറഞ്ഞത്. അതായത് ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ കമ്മിറ്റി എന്താ പറയാ അംഗങ്ങളോടൊക്കെ സംസാരിച്ചിട്ടാ മനസ്സിലാക്കുന്നത്. ഇവർക്ക് മനസ്സിലായില്ല അത്രേ, ഗോവിന്ദന് മനസ്സിലായില്ലാന്ന്. എടോ ഗോവിന്ദ, തളിപ്പറമ്പ് എങ്ങനെയാണോ തോറ്റത് പറയണോ? തളിപ്പറമ്പില് എങ്ങനെയാണ് TKG ജയിച്ചത് പറയാൻ? നിന്റെ ഭാര്യക്ക്, നിന്റെ പൊണ്ടാട്ടിക്ക് അവിടെ സീറ്റ് കൊടുത്തിട്ടല്ലേടോ? ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി പറഞ്ഞില്ലേ കൊടുക്കരുതെന്ന്, അല്ലേ? സംസ്ഥാന കമ്മിറ്റിയിൽ എത്ര പേര് പറഞ്ഞു? PK ശ്യാമള. ഇതെന്താ, കേരളത്തിലെ ഏറ്റവും വലിയ സഖാത്തിയായിരുന്നോ തന്റെ പൊണ്ടാട്ടി ശ്യാമള? അവിടെ ഒരു സ്ത്രീ എന്താ പറയാ സ്ഥാനാർത്ഥി വേണ്ടിയിരുന്നു എന്നാണ് കാരണഭൂതം പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥി വേണ്ടിയിരുന്നു. നോക്കിയപ്പോ കണ്ടത് PK ശ്യാമള. നല്ല ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ PK ശ്യാമള. ആന്തൂർ സാജൻ എന്ന് പറയുന്ന പ്രവാസി എന്താ പറയാ സംരംഭകനെ കൊലക്ക് കൊടുത്ത ശ്യാമള. അതിൽ പറയും ശ്യാമളയെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളൊന്നും വേണ്ട. നവീൻ ബാബുവിനെ എങ്ങനെയാണോ PP ദിവ്യയെ കൊന്നത്, അതേപോലെയായിരുന്നു ആന്തൂർ രാജനെ കൊലക്ക് കൊടുത്തത്, അല്ലേ? PP ദിവ്യ നേരിട്ട് കൊന്നിട്ടില്ല, പക്ഷേ ആ മനുഷ്യൻ, അറിയോ നിങ്ങൾക്ക്? ആ രണ്ട് പെൺകുട്ടികളും നവീൻ ബാബുവിന്റെ ഭാര്യയും മനസ്സുകൊണ്ട് ശപിച്ചതാണ് കേട്ടോ. മനസ്സുകൊണ്ട് ശപിച്ചതാണ്. നിങ്ങളും ജയിക്കില്ല. ഒരുപാട് പേരുടെ ശാപം, എത്ര പേരുടെ ശാപങ്ങളാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഗോവിന്ദൻ ഇന്നലെ ഒന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ പരിശോധിക്കും താഴെ തട്ടിൽ. ഇവനോട് പറയേണ്ടത് താഴെ തട്ടിലുള്ള ആൾക്കാർ എന്നിട്ട് പറയാം, നിർഭയമായി പറയാം എന്ന് പറഞ്ഞാൽ ഇതുവരെ എല്ലാവർക്കും പേടിയായിരുന്നു പറയാൻ. സ്വതന്ത്രമായി നിങ്ങൾക്ക് പറയാം, നിർഭയമായി പറയും. ഉളുപ്പില്ലട് ഗോവിന്ദ, നീ എന്താ പറഞ്ഞത്? ഇത്രയും കാലം ഞങ്ങളുടെ ഏരിയ കമ്മിറ്റിയും ഞങ്ങളുടെ എന്താ പറയാ ബ്രാഞ്ച് കമ്മിറ്റിയും ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയൊന്നും അഭിപ്രായം പറയാറില്ല, പേടിയാണ് എന്നല്ലടോ നീ താൻ പറഞ്ഞത്. എന്നിട്ട് പറയാണ് പേടിയില്ലാതെ നിങ്ങൾക്ക് പറയാമെന്ന്. പേടിയില്ലാതെ പറയാം. ഇത്രയും കാലം പേടിയായിരുന്നു. ആരെ പേടി? കാരണഭൂതത്തെ പേടി. ഇനി എന്തിനാണോ പരനാറി വിജയനെ നിങ്ങൾ എന്തിനാണോ ഇനി പേടിക്കുന്നത്? സ്വന്തം മണ്ഡലത്തിൽ അല്ലേ, ധർമ്മടത്ത് സ്വന്തം മണ്ഡലത്തില് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിന്റെ 1/3 ഭാഗമാണ് കിട്ടിയത്. ഒരു യൂത്ത് കോൺഗ്രസ് ഒരു പ്രാദേശിക നേതാവിനോട് ഉളുപ്പില്ലാതെ തോറ്റുപോയി രാജിവെച്ച് ധർമ്മടത്ത് നിന്ന് രാജിവെക്കേണ്ടതാണ് ഇയാൾ. സാങ്കേതിക അർത്ഥത്തിലാണ് ജയിച്ചത് പിണറായി വിജയൻ, വെറും സാങ്കേതിക അർത്ഥത്തിൽ. 10 വർഷം കേരളത്തിന്റെ നവോത്ഥാന നായകൻ സ്വന്തം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെ തന്നെ പറയണം. അയാൾ ജയിച്ചിട്ടില്ലടോ. എങ്ങനെ ജയിക്കുക? കഴിഞ്ഞ പ്രാവശ്യം 50,000-ൽ കൂടുതൽ വോട്ട് കിട്ടിയ പിണറായി വിജയൻ ഇപ്രാവശ്യം വെറും 19,000 എന്ന് പറഞ്ഞാൽ അതിന് 1/3 വോട്ട്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി കിട്ടിയതിന്റെ 3 ഇരട്ടി വോട്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. ഇയാളാണ് എന്നിട്ട് കേരളത്തിന്റെ രക്ഷകൻ. സ്വന്തം മണ്ഡലത്തിൽ അവിടെ 8 പഞ്ചായത്തുണ്ട്. ആ 8 പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. 8 പഞ്ചായത്തും ഭരിക്കുന്നത് CPM ആണ്. ഒരാളും വോട്ട് ചെയ്തില്ല. സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം പാർട്ടിക്കാർ നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ലടോ. അതാണ് അത്രയും മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് താഴെ തട്ടി നിങ്ങളെ പഠനം നടത്താൻ പോവുകയാണ്.
കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് തോറ്റത് എന്ന്. തോൽക്കുന്നതിന് മുമ്പേ മനസ്സിലായിരുന്നു നിങ്ങൾ തോൽക്കുന്നു. അമ്മാതിരി കാര്യങ്ങളെ നിന്ന് പറഞ്ഞത് അല്ലേ? തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പല്ലായിരുന്നു ഇവിടെ പറഞ്ഞത്. വീട്ടിൽ പോയി ചോദിക്കുക. ആരെങ്കിലും പറയടോ, ഗുണ്ടകളല്ലാതെ കേരളത്തിലെ 1-ാം നമ്പർ ഗുണ്ട ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ്. എന്താ സംശയം? നിങ്ങൾ ഇയാളുടെ പ്രസംഗം ഒന്ന് കേൾക്കണ്ടോ? അന്നത്തെ ആ പ്രസംഗം ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കവേ നടുവിൽ നിന്ന് ഒരു സെന്റൻസ് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് മുന്നിൽ നിന്നൊരു പാവം സഖാവ് ചോദിച്ചത്. സഖാവെ, ഒരു ചോദ്യമുണ്ട്. അയാളുടെ ആ ചോദ്യം വന്ന ഉടനെ ഇയാൾ പറയാണ് വീട്ടിൽ പോയി ചോദിക്കി എന്ന് പറഞ്ഞാൽ അത്രയും ധാർഷ്ട്യമുള്ള അത്രയും ഗുണ്ടാ നേതാവിന് ഒരു തെമ്മാടിക്കുമേ അത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള അധമവാക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. സംസ്കാര സമ്പന്നനായ ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇതെപ്പോഴാണ്? തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് ഇയാൾ പറയാണ് ഇയാൾ എന്തോ വലിയ കാരുണ്യവാനാണ് എന്ന് പറയാം എന്നൊക്കെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാലിനെ കൊണ്ട് ഒരു ഡോക്യുമെന്ററി, ഒരു ഇന്റർവ്യൂ. ആ ബി അശോക് നമ്മുടെ ഷാജൻ സ്കറിയുമായുള്ള ഇന്റർവ്യൂവില് അശോക് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇയാളെന്തോ പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോ കാക്ക വന്ന് എന്താ പറയാ, കാക്ക വന്ന് അതിൽ കൊത്തിയപ്പോ കാക്കക്കും ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എന്താ പറയാ, ജന്തുക്കളോട് മൃഗങ്ങളോട് കാരുണ്യമുള്ള പിണറായി അല്ലേ? കാക്കയോടും പൂച്ചയോടും എലികളോടും പെരിച്ചാഴികളോടും സ്നേഹമുള്ള പിണറായി. പക്ഷെ ഇയാൾക്ക് മനുഷ്യന്മാരോട് സ്നേഹമില്ല അല്ലേ? അതുകൊണ്ടല്ലേ അയാളെ അട്ടിപ്പുറത്താക്കിയത്. ഒരു പാവം പെൺകുട്ടി ഞാനൊരു സെൽഫി എടുത്താട്ടോ ചോദിക്കും, മാറി നിൽക്ക്. ആര്? സ്വന്തം പാർട്ടിയിൽപ്പെട്ട പെൺകുട്ടിയോട്. എത്ര ഉദാഹരണങ്ങൾ. മനുഷ്യനാണോ? അതാണ് സെബാസ്റ്റ്യൻ പോൾ ചോദിക്കുന്നത്. ഇടതു തോൽവിക്ക് കാരണം പിണറായി. സെബാസ്റ്റ്യൻ പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ പിണറായി വിജയന്റെ FB പോസ്റ്റാണ് അപ്രതീക്ഷിത പരാജയം. ഇയാൾക്ക് മാത്രമേ അപ്രതീക്ഷിതാവുള്ളൂ. ഇയാൾ വിചാരിച്ച് ഇയാളെപ്പോലെ പൊട്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ഈ തമ്മാടിയായ പിണറായി വിജയൻ കരുതി. അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം പാണ്ഡ്യാല ഷാജി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ പിണറായി വിജയൻ ഇനിയെങ്കിലും പറയരുത്, പിണറായി വിജയൻ എന്നുള്ള പേര് മാറ്റണോ. ആ പിണറായി എന്ന് പറയുന്ന ഗ്രാമം, വിപ്ലവത്തിന്റെ ഭൂമിയായ പിണറായിയുടെ പേര് നശിപ്പിക്കരുത്. പിണറായി എന്ന് പറയുന്ന ഗ്രാമം എന്ന് പറയുന്നത് ഒരുപാട് കർഷക പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭൂമിയാണത്. ആ മണ്ണാണ്, ചുവന്ന മണ്ണാണ്. അവിടെ പിണറായി വിജയന്റെ തമ്മാടിത്തം ആ പേര് കൊണ്ട് കളങ്കപ്പെടുത്തരുത് എന്ന് ഷാജി പറഞ്ഞു. അയാളുടെ എന്തോ ഒരു അമ്മ വീടിന്റെ പേര് ആലങ്ങാടൻ എന്നിട്ടാണെന്ന് പറയാം. അപ്പൊ ആലങ്ങാടൻ വിജയനോ ആലക്കോടൻ വിജയനോ എന്തെങ്കിലും അയാളെ വിളിച്ചാൽ മതി, അയാളെ പിണറായി വിജയൻ എന്ന് ദയവായി വിളിക്കരുതേ എന്ന് പാണ്ഡ്യാല ഷാജി പറഞ്ഞ എത്ര ശരിയാണെന്ന് അറിയോ? ഇയാളെ പിണറായി ആ ഗ്രാമത്തെ അപമാനിക്കല്ലേ ഇത്? അത്രയും വിപ്ലവം കൊണ്ട് ചുവന്ന മണ്ണായ ആ പിണറായി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറവി കൊണ്ട ആ നാടിനെ അപമാനിക്കുകയാണ്. ആ പേര് ഇയാളുടെ പേരിനോട് കൂടി ഇയാൾക്കെന്ത് കമ്മ്യൂണിസം? പിണറായി വിജയൻ കമ്മ്യൂണിസത്തിന്റെ ABCD അറിയോ? ആകെ അറിയ തട്ടിപ്പും വെട്ടിപ്പും അല്ലെ? തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ. എന്നിട്ട് ഇയാള് കൈ രണ്ടും, എന്റെ കൈകൾ എന്താ പറയാ, കരിപുരളാത്ത കൈകൾ. നിന്റെ കയ്യിലും മുഖത്തും ഹൃദയത്തിലും ഒക്കെ കരിയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിന്നെ പരാജയപ്പെടുത്തിയത് ഇവിടുത്തെ BJP-ക്കാരും ഇവിടുത്തെ UDF-കാരും അല്ല കേട്ടോ. നിന്നെ പരാജയപ്പെടുത്തിയത് നിന്റെ പാർട്ടിയിലെ ആളുകളാണോ? പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ, യഥാർത്ഥത്തിലുള്ള ഇടതുപക്ഷക്കാരാണ് തോൽപ്പിച്ചത് തന്നെ. എന്നിട്ട് പറയാം അപ്രതീക്ഷിതം, ഉളുപ്പില്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ്. ധൈര്യമില്ല പത്രലേഖകരെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാതെ 3 ദിവസമായി ഒളിച്ചോടുകയാണ് ഈ നെറികെട്ടവൻ. എന്നിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, ആ പോസ്റ്റിലാണ് പറയുന്നത് അപ്രതീക്ഷിത പരാജയം അത്രേ. ഇവൻ പിന്നെ എന്താ വിചാരിച്ചത്? മൂന്നാം തവണയും കക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളങ്ങോട്ട് തരുന്ന വിചാരിച്ചത് ആടോടോ? അപ്രതീക്ഷിത പരാജയം അത്രേ. മറ്റൊന്നാണ് എതിർ പ്രചാരണവും ആക്രമണവും ഉണ്ടായത്രേ. അതായത് ഇവിടുത്തെ ബൂർഷ്യ പത്രങ്ങൾ, അതായത് ദേശാഭിമാനിയും കൈരളിയും മാത്രം മതി, അതല്ലാത്ത കുറച്ച് പത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ പത്രങ്ങളും ചാനലുകളും ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അതായത് ഈ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ സർവ്വ പത്രങ്ങൾക്കും സർവ്വ ചാനലുകൾക്കും കോടികൾ നൽകിയിട്ട് ഇയാളുടെ എന്താ പറയാ പരസ്യങ്ങൾ, വെറും പരസ്യങ്ങളല്ല, എഡിറ്റോറിയലുകൾ എന്ന് പറഞ്ഞാൽ പരസ്യങ്ങളാണെന്ന് തോന്നിപ്പിക്കാതെ ഇയാളുടെ മാഹാത്മ്യങ്ങൾ പുകഴ്ത്തുകയായിരുന്നു അല്ലേ? ചാനലുകളിൽ നിന്ന് ആ പ്രത്യേക സ്ലോട്ട് വാങ്ങിയിട്ട് അവിടെ മോഹൻലാലുമായിട്ടുള്ള ഇയാളുടെ ഇന്റർവ്യൂ, വേടന്റെ പാട്ട്,
ഭാവന മറ്റേ ഇതിന്റെ മേലെ പോകുന്നു, ഇതിന്റെ മേലെ ബുള്ളറ്റിന്റെ മേലെ പോകുന്ന പരസ്യം അല്ലേ? ഇതൊക്കെ നമ്മുടെ പൈസയോട് അയാൾ തറവാട്ട് നിർത്തുകൊണ്ടോന്നല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതൊക്കെ PRDയുടെ പരസ്യം കൊണ്ട്, കിഫ്ബിയുടെ പരസ്യം കൊണ്ട്, കിഫ്ബി കടം വാങ്ങിയ പൈസ കൊണ്ട് ഇയാൾ നടത്തിയ ആറാട്ടാണ്. കേരളത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു കട്ടുമുടിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല കേട്ടോ. എന്നിട്ട് ഉളുപ്പുമാനില്ല വന്ന് പറയാണ് അപ്രതീക്ഷിതം. പത്രക്കാരെ നേരിടാൻ ധൈര്യമില്ല. പണ്ടത്തെ മാതിരിയെ പണ്ട് മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, പണ്ട് മുഖ്യമന്ത്രി എന്നുള്ള പത്രാസിൽ വന്നിരിക്കാലോ. ഇന്ന് താനൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുക? പത്രക്കാർ കൈവരം ചൂണ്ടി പറയും വിജയ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണോ വിജയ എന്നായിരിക്കും പറയാ. 10 വർഷം UDF അധികാരത്തിൽ വന്നാൽ അവരിപ്പോ മുഖ്യമന്ത്രി സ്ഥാനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരാവണം എന്നതിനെ കുറിച്ച് അടിയും പിടിയും ഒക്കെ ഉണ്ടാവട്ടെ. പക്ഷേ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുമല്ലോ. ആ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അധികാരത്തിൽ ആദ്യം ചെയ്യുന്നത് 10 വർഷം നീ കേരളത്തിൽ കാട്ടുകൂടിയ തോന്നിയാസങ്ങൾ, 10 വർഷം കേരളത്തിൽ നടത്തിയ അഴിമതികൾ ഒന്നൊന്നായി അന്വേഷിക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് അപ്രതീക്ഷിത പരാജയത്രേ. എതിർ പ്രചാരണം, ആക്രമണം. തനിക്കെതിരെയാണോ ആക്രമണം ഉണ്ടായത്? ഇവിടെ ആക്രമണം ഉണ്ടാക്കിയത് മുഴുവൻ നീയായിരുന്നല്ലോ. തച്ച് പൊട്ടിച്ചില്ലേ തല? കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തലമണ്ട അടിച്ചു പൊട്ടിച്ചു നിന്റെ ഗൺമാൻ അല്ലേ? അങ്ങനെ അടിച്ചു പൊട്ടിച്ച ഒരു തോമസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, അയാളാണ് ചിത്തരഞ്ജനെ വീഴ്ത്തിയത്, ചിത്തരഞ്ജനെ പരാജയപ്പെടുത്തിയത്. നീ തലമണ്ട അടിച്ചു പൊട്ടിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, മത്സ്യത്തൊഴിലാളിയായ PD തോമസ്. ആ തോമസ് 21,000 വോട്ടിനാണ് ചിത്തരഞ്ജൻ എന്ന് പറഞ്ഞ മറ്റൊരു വലിയ കോൺസ്റ്റബിൾ നിങ്ങളുടെ പാർട്ടിക്കാരനെ തോൽപ്പിച്ചത്. നീ തലമണ്ട അടിച്ചു പൊട്ടിച്ചാൽ എന്നിട്ട് എന്താ പറഞ്ഞത്? ഓ, അതൊരു രക്ഷാപ്രവർത്തനം അല്ലേ? എത്ര ചെറുപ്പക്കാരുടെ തലമണ്ടയാണ് അടിച്ചു പൊട്ടിച്ചത്. VD സതീശൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എത്ര ചോരയൊഴുക്കി ഞങ്ങൾ പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. VD സതീശൻ മുഖ്യമന്ത്രി ആവുകയോ അല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, ഇവിടെ വരുന്ന മുഖ്യമന്ത്രി ഉണ്ടല്ലോ, നിന്റെ ഈ മാതിരിയുള്ള നിന്റെ ഗൺമാൻ ഉണ്ടല്ലോ, അനിൽ അവനാണ് മുട്ടൻ വടിയെടുത്തിട്ട് 5-6 പോലീസുകാര് നിന്റെ ഗുണ്ടകൾ 10-12 പേര് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ചെറുപ്പക്കാരനെ. എന്നിട്ട് ചോദിച്ചത് എന്താ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ണുപൊട്ടനാണോ നീ കണ്ടില്ലത്രേ. കേരളത്തോട് മുഴുവൻ കളവ് പറഞ്ഞില്ലടോ താൻ. കേരളം മുഴുവൻ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെ, ഈ പറയുന്ന ഗുണ്ടകൾ ഉൾപ്പെടെ, ഈ പാവം 2 ചെറുപ്പക്കാരെ കടമുറിക്ക് മുന്നിൽ വെച്ചിട്ട് തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നത് ലോകമാകെ കണ്ടു. അതിന്റെ മുമ്പേ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും നിരവധിയായ കോൺഗ്രസ്സുകാരെ അടിച്ച് തലമണ്ട പൊട്ടിക്കുന്നത് കണ്ടു. അപ്പോ ഈ അധമൻ, ഈ നികൃഷ്ടൻ, ഈ പരനാറി പറയുന്നത് എന്താണ്? ഓ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ അങ്ങനെ വണ്ടിന്റെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ, കറങ്ങണ കസാര ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടില്ല. മൂപ്പര് കണ്ടില്ലെങ്കിൽ ആരും കണ്ടില്ല, അങ്ങനല്ല. അതാണ് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല, അതാണ് മൂപ്പര് പറഞ്ഞത്. ഇവനെയൊക്കെ 10 വർഷം സഹിച്ച ഇവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, ഇവരൊക്കെയാണ് ഈ ക്ഷമയ്ക്ക് ഇവർക്കൊക്കെ നോബൽ സമ്മാനം കൊടുത്താലും മതിയാവില്ല. ഞാൻ കണ്ടിട്ടില്ല. അവസാനം അങ്ങനെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ചിത്രങ്ങളൊക്കെ പറയാം, ഞാൻ ദൃശ്യമാധ്യമങ്ങളും കണ്ടിട്ടില്ല. ഇനി പറയാ, അവസാനം പറയാൻ മുമ്പ് ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ ഇവര് വണ്ടിക്ക് മുമ്പിലേക്ക് ചാടി വീഴുമെന്ന് വിചാരിച്ചിട്ട് ഇവരെ എന്ത് ചെയ്താണ്? ഇവരെ രക്ഷിച്ചതാണ്. ഇതൊരു രക്ഷാപ്രവർത്തനമാണ് എന്ന്. ഇന്ന് ജോയ് മാത്യുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ, വളരെ രസകരമായ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ജോയ് മാത്യു പറഞ്ഞെന്താണെന്ന് അറിയോ? ഇയാളെ പ്രതിപക്ഷ നേതാവ് ആക്കുന്നു തോന്നുന്നില്ല. കാരണം CPI ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ഈ കാരണഭൂതത്തിലെ ഇനി വേണ്ട, ഇനി പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവരണ്ട എന്ന് CPI പറഞ്ഞു കേട്ടോ. പക്ഷെ ഇയാൾ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് മൊത്തം വായിച്ചു കഴിഞ്ഞാലേ ഞാനിതാ വീണ്ടും പ്രതിപക്ഷ നേതാവായി വരുന്നു എന്നൊരു വരികൾക്കിടയിൽ മൂപ്പർ അങ്ങനെ ഒരു സൂചന നൽകുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് ഒരു സൂചന പിണറായി വിജയൻ നൽകുന്നുണ്ട്. പക്ഷേ CPM-ലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഇയാൾക്കെതിരാണ്. ഇയാളെ ഈ പ്രതിപക്ഷ നേതാവാക്കരുത്. CPI പറയുന്നു പ്രതിപക്ഷ നേതാവാക്കരുത്. പക്ഷെ ഇയാൾക്ക് പ്രതിപക്ഷ നേതാവാകണം. തോറ്റാലും ജനങ്ങളെ താൻ ഉപദ്രവിക്കും. പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് കേരളത്തെ വീണ്ടും കേരളത്തിൽ ജനങ്ങളെ താൻ ഉപദ്രവിക്കുന്നതാണ് ഇയാൾ പറയുന്നത്. ഈ മാറണം
നമ്മൾ ലോകത്തിലെ ഒരുപാട് ചെഷസ്ക്യൂ പോലുള്ള ഒരുപാട് എന്താ പറയാ ഈ ഏറ്റവും വലിയ ഫാസിസ്റ്റുകളും ഏറ്റവും വലിയ ഭീകരന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്. ഇയാളെപ്പോ ടി.പി. ചന്ദ്രശേഖരന്റെ ആ എന്താ പറയാ ഓർമ്മ ദിവസം അങ്ങനെ സംഭവിച്ച മെയ് 4 അല്ലെ, മെയ് 4 എന്ന് പറയുന്നത് കേരള ജനത ഒരിക്കലും മറക്കില്ല. 2012 മെയ് 4 ടി.പി. ചന്ദ്രശേഖരനെ കൊന്നത് എന്തിനു വേണ്ടിയിട്ട്? സി പി എമ്മിന്റെ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. CPM ശരിയല്ല എന്ന് ഇപ്പൊ നമ്മളെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ പോലെ, TKG പറഞ്ഞ പോലെ, ജി സുധാകരൻ പറഞ്ഞ പോലെ, ഐഷാപ്പോറ്റി പറഞ്ഞ പോലെ, അങ്ങനെ നിരവധിയായ നേതാക്കൾ പറഞ്ഞതുപോലെ ടി.പി. ചന്ദ്രശേഖരൻ തുടക്കമിട്ടത് വിജയ ഇതല്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞു. ഒരു RMP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. ഇതിന് 51 വെട്ടുവെട്ടി തീർത്തില്ലടോ താൻ. നിന്റെ സിങ്കിടികൾ, നീയല്ല നേരിട്ട് ഈ കുറ്റകൃത്യം ചെയ്തത് അറിയാം. എല്ലാം നിന്റെ ഒത്താശയോടെയെന്ന് കേരള സമൂഹം വിശ്വസിക്കുന്നു കേട്ടോ. കെ കെ രമ എത്ര പ്രാവശ്യം പറഞ്ഞു ഗൂഢാലോചന കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ നീയൊക്കെ ഇപ്പോഴും ഉണ്ടതെന്നുമായിരുന്നു. ഇങ്ങനെ മനുഷ്യപ്പറ്റില്ലാത്ത, മനുഷ്യരോട് ഒരു ദയാവായ്പുമില്ലാത്ത ഇവനാണ് കേരളത്തിന്റെ നവോത്ഥാന നായകനത്രേ. എതിർ പ്രചാരണവും ആക്രമണവും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് തോറ്റുപോയതെന്ന്. മറ്റൊന്നെന്താ, വലിയൊരു ജനവിഭാഗം ഉറച്ചു നിന്നു. മൂപ്പര് പറയാണ്, ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്, വലിയൊരു ജനവിഭാഗം ഉറച്ചു നിന്നു, അത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. ആരാണ് ഈ ഉറച്ചു നിന്ന വലിയ വിഭാഗം എന്നറിയോ? കുറെ പെറുക്കിത്തീനികളും പറ്റിത്തീനികളും ഉണ്ട്, കുറെ അന്തംഗമ്മികളുണ്ട്, പിണറായി വിജയന്റെ തിട്ടം നിന്നുന്ന ചില നികൃഷ്ട ജന്മങ്ങളുണ്ട്. ഇപ്പോഴും അവർ ഫേസ്ബുക്കിലൂടെ അർമാദിക്കുകയാണ്, ഓ പിണറായി വിജയൻ തന്നെ വേണ്ടിയിരുന്നു മുഖ്യമന്ത്രി. ഈ UDF-കാർക്ക് എന്ത് ചെയ്യാനാണ്? UDF-കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ വിജയൻ സഖാവ് എന്നൊക്കെ പറഞ്ഞു കണ്ട് കോൾമയർ കൊള്ളുന്ന കുറെ പൂമരന്മാരുണ്ട് ഇവിടെ കേട്ടോ. അവരങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു ധൈര്യം. ശരിയാണ്, ഇത്തരത്തിലുള്ള അധമ ജീവിതങ്ങൾ, ഇത്തരത്തിലുള്ള അന്തംഗമ്മികൾ, ഇത്തരത്തിലുള്ള പെറുക്കിത്തീനികളും നക്കിത്തീനികളും ഒക്കെ ഉള്ളതാണ് പിണറായി വിജയന്റെ ഒരു എന്താ പറയാ ഒരു ധൈര്യം. താൻ എന്ത് നെറികേട് ചെയ്താലും അതൊക്കെ കയ്യടിച്ച് തനിക്ക് സിന്ദാബാദ് വിളിക്കാൻ ഇവിടെ കുറെ എണ്ണമുണ്ട് എന്നൊരു ധൈര്യം. അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ. മറ്റൊന്ന് പറയാണ്, വികസനം ജനക്ഷേമ പ്രവർത്തനം കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞ തള്ളുകയാണ്. പഴയ തള്ളുകൾ നിർത്തി വിജയ, ഇതൊന്നും ജനങ്ങൾ വിശ്വസിച്ചില്ല. നിന്റെ തള്ളുകൾ അല്ലേ? P. രാജീവ് എന്നാ പറഞ്ഞത്, നിന്റെ വ്യവസായ മന്ത്രി. ഇവിടെ എത്രയാണ് ലക്ഷക്കണക്കിന് സംരംഭങ്ങൾ അല്ലേ? 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം സംരംഭങ്ങൾ തുടങ്ങി. എവിടെ തുടങ്ങി? കള്ളത്തരം പറയുക. തോൽപ്പിച്ചില്ലേ P. രാജീവിനെ? വർത്താനം പറഞ്ഞാൽ മനസ്സിലാകാത്ത സൈദ്ധാന്തിക കാര്യങ്ങൾ പറയുന്ന P. രാജീവ് പൊട്ടിച്ചില്ലേ ജനങ്ങൾ? ഇതാ പറയുന്നത്, ജനങ്ങളാണ് ഇവിടുത്തെ അധികാരികൾ, ജനങ്ങളാണ് ഇവിടുത്തെ യജമാനന്മാർ. അവര് തീരുമാനിക്കും കേട്ടോ. അവര് തീരുമാനിച്ചു കഴിഞ്ഞാണ് നീയൊന്നും ഇനി ഇവിടെ നിലനിൽക്കാൻ, ഇവിടെ ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ തന്നെ യോഗ്യനല്ലാന്ന് തീരുമാനിച്ചതാണോ? വികസന ജനക്ഷേമ പ്രവർത്തനം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അത്ര തോറ്റിട്ടും പറയാണ് ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന്. ഒരു മാറ്റം ഉണ്ടാക്കിയില്ലടോ. എന്ത് മാറ്റം അവിടെ ഉണ്ടാക്കിയത്? നീ ഇവിടെ കുറെ കൊള്ളയും ഇത്തരത്തിലുള്ള ഈ അഴിമതികളും നടത്തിയെന്നുള്ളത് അല്ലാതെ അവിടെ എന്ത് മാറ്റം ഉണ്ടാക്കിയത്? ഒരു മണ്ണാങ്കട്ടി ഉണ്ടാക്കിയില്ല. നീയൊക്കെ വെറുതെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. കോടികൾ അല്ലേ? ഏറ്റവും അവസാനം ഈ 15-20 ദിവസത്തിനുള്ളിലാണ് 250 കോടിയോളം രൂപ ചെലവാക്കിയിട്ട് നിന്റെ തല നിന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ അല്ലേ? ആ സിനിമയിലെ കഥാപാത്രം പറഞ്ഞ പോലെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ, 2000-3000 ഹോർഡിങ്ങുകൾ. എന്നിട്ട് എന്തേ ഇതൊക്കെ ഇത്രയും ഉളുപ്പുണ്ടെങ്കിൽ താനൊന്ന് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നീ അത്രക്കും പൊട്ടനാണ് എന്ന് പറഞ്ഞാൽ നിന്റെ വിചാരം എന്താണെന്നറിയോ? നിന്റെ വിചാരം നീ പൊട്ടനാണ്, സ്വരാജ് പൊട്ടനാണ്, ഗോവിന്ദൻ പൊട്ടനാണ്, ഇമ്മാതിരി പൊട്ടന്മാർക്ക് ഏറ്റവും വലിയ വേറെ പൊട്ടനുണ്ട്, ബേബി പൊട്ടൻ, നിങ്ങളുടെ മറ്റേ ദേശീയ കൊളസ്ട്രോൾ. നിന്നെ പേടിച്ച് നിന്റെ ട്രൗസറിൽ മുള്ളുന്ന ഈ മറ്റേ ബേബി. ഒരല്പം ബോധം വിവരമുണ്ടെങ്കിൽ, തലക്കുള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ താൻ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടില്ല കേട്ടോ. ഇടാൻ ധൈര്യം ഉണ്ടാവില്ല. ഈ ധൈര്യം എന്ന് വരുന്നത് എങ്ങനെയാണെന്നറിയോ? നിനക്ക് ഈ ധൈര്യം വരുന്നത് നിന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ? നിന്റെ വിവരമില്ലായ്മ കൊണ്ട്. ഒരു വസ്തുവിന് കൊള്ളാത്തവനാണോ താൻ? ജനങ്ങൾ 10 വർഷം നിന്നെ സഹിച്ച ജനങ്ങൾ പറയാണ് നീ ഒരു വസ്തുവിനും കൊള്ളില്ലടോ, ഇറങ്ങി പോടോ എന്ന് പറയുമ്പോൾ വീണ്ടും ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഒരു പണ്ടാറ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ?
എന്നിട്ട് പറയാണ് ഈ എന്താ പറയാ ജനക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ജനജാഗ്രത വേണമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ ജനത്തിനും ഇനി ഭരിക്കാൻ പോകുന്ന, ഇനി ഇവിടുത്തെ അധികാരം കൈയാളാൻ പോകുന്ന ഇവിടുത്തെ UDF-കാർക്ക് അറിയാം എങ്ങനെ ഭരിക്കണമെന്ന്. താൻ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, താൻ പറഞ്ഞു കൊടുക്കേണ്ട വിജയ. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരം. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണത്രേ. പണ്ട് പറഞ്ഞല്ലേ, പൊട്ടിച്ചു, ഇരട്ടപ്പൂട്ടിട്ട് പൊട്ടിച്ചു. BJP 3 സ്ഥലത്ത് വിജയം നേടിയല്ലേ. BJP കിട്ടിയ വോട്ട് എവിടുന്നാടോ? BJPക്ക് കിട്ടിയ വോട്ട് അമിത്ഷാ അവിടുന്ന് കൊടുത്തയച്ചതല്ല, അല്ലേ? നരേന്ദ്രമോദി കൊടുത്തയച്ചതല്ല. BJPക്ക് കിട്ടിയ വോട്ട് തന്റെ വോട്ടാടോ, തന്റെ പാർട്ടിക്കാരുടെ വോട്ടാടോ. തന്റെ പാർട്ടിക്കാർക്ക് മനസ്സിലായി തനിക്കിനി വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. CPM-ന്റെ വോട്ടാണ് BJP-യിലേക്ക് വന്നത്. ഇനിയും വരും. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ 3. അടുത്ത പ്രാവശ്യം അത് 35, 40, 50, 60 ആകും. ഞങ്ങൾ ഭരിക്കും, BJP ഭരിക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വെറുതെ പറയുന്നതല്ല. താൻ നോക്കിക്കടോ. 5 വർഷം കൊണ്ട് നിന്റെ പാർട്ടിയിലെ 3/4 ആൾക്കാരും BJP-യിലേക്ക് വരും. വോട്ട് മുഴുവൻ BJP-യിലേക്ക് പോകും. എന്താ സംശയമുണ്ടോ എനിക്കോ? ബംഗാളും ത്രിപുരയും പാഠമാക്കിയെടുത്താൽ നിനക്ക് മനസ്സിലാകും. പക്ഷെ നിനക്ക് കമ്മ്യൂണിസ്റ്റ് അറിയില്ല, നിനക്ക് ചരിത്രം അറിയില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് മനസ്സിലാവാനും പോകുന്നില്ല. BJP 3 സീറ്റ് ഉണ്ടാക്കിയത്രേ. ഉണ്ടാക്കടോ. 3 അല്ല, 30, 40, 50 ഉണ്ടാക്കും വരും വർഷങ്ങളിൽ. അതൊക്കെ കാണാൻ യോഗമുണ്ടെങ്കിൽ തനിക്ക് കാണാൻ അത്രയും അറിയുന്നുള്ളൂ കേട്ടോ. ഇനി മറ്റൊന്ന്, വ്യാജ പ്രചാരണങ്ങൾ ചില മാധ്യമങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. നിനക്ക് വേണ്ടിയിട്ട് കൈരളി ടിവിയും റിപ്പോർട്ടർ ടിവിയും മറ്റു പല ചാനലുകളും നീ പൈസ കൊടുത്ത് വാങ്ങിച്ച പല ചാനലുകളും നിനക്ക് വേണ്ടിയിട്ടാണോ കള്ളപ്രചാരണം നടത്തിയത്? എന്നിട്ട് പറയാണ് മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തിയെന്ന്. അവസാനം പറയാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കും. എല്ലാവർക്കും അഭിപ്രായം നിന്റെ മൗത്തോക്കി പറയണോ? തോൽവിക്ക് കാരണം നീയാണ് എന്ന്. ഇപ്പതാ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞില്ലേ തോൽവിക്ക് കാരണം നീയാണ് എന്ന്. നിന്റെ കഴിഞ്ഞ നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എത്ര അംഗങ്ങൾ പറഞ്ഞു നീയാണ് കാരണമെന്ന്? ഇതൊന്നും നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് നിന്റെ വിചാരം അല്ലേ? എടോ, സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയും. നിന്റെ ഇരുമ്പ് ഭിത്തി കൊണ്ട് മറച്ച നിന്റെ സ്വപ്നങ്ങളല്ല ഇത്. അതിന്റെ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ വരും. നിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ, CPM-ലുള്ള ആൾക്കാർ അല്ലേ? എന്ത് CPM? തകർന്നില്ലേ? നീ തകർത്തില്ലേ? പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ കള്ളന് വിളിപ്പിച്ചില്ലേ താൻ ബൂമരനെ കൊണ്ട്? കള്ളനാണത്രേ കുഞ്ഞികൃഷ്ണൻ. ഇനി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കേൾക്കണോ പയ്യന്നൂരുകാര്? പയ്യന്നൂരിലെ MLA ആണോ, ജനപ്രതിനിധിയാണോ കുഞ്ഞികൃഷ്ണൻ? നിന്നെ പോലെ ഒരു ബോധവും വിവരമില്ലാത്ത മറ്റൊരു രാകേഷ് അല്ലേ, സ്വരാജ്, ഇവരൊക്കെയാണ് പറഞ്ഞത് കള്ളൻ. ആരെ? കുഞ്ഞികൃഷ്ണനെ പിടിച്ചില്ലേ? പയ്യന്നൂർ പോയില്ലേ? തളിപ്പറമ്പ് പോയില്ലേ? അമ്പലപ്പുഴ പോയില്ലേ? ആലപ്പുഴ പോയില്ലേ? സാങ്കേതികാർത്ഥത്തിൽ ധർമ്മടത്ത് നീ ജയിച്ചു എന്ന് പറയാം. വെറും സാങ്കേതിക അർത്ഥത്തിൽ. സത്യത്തിൽ നീ ധർമ്മടത്ത് നീ ട്രൗസർ അഴിഞ്ഞു നിൽക്കുകയാണ്. ബേപ്പൂരിൽ നിന്റെ മരുവനും ഇതേപോലെ ട്രൗസർ അഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് അതിന്റെ 1/4 ഭാഗം പോലും നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണോ? നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ നിങ്ങൾ അർഹരല്ല, നിങ്ങൾ പടിക്ക് പുറത്ത് കിടക്കേണ്ടവരാണ്, നിങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതാണ് അവർ. ചില്ലറ വോട്ടിന് രക്ഷപ്പെട്ടിട്ട് ജയിച്ചു എന്ന അഹങ്കാരത്തിൽ നിൽക്കാനുള്ള ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയ എന്ന് ഞാൻ ഈ പറയുന്നില്ല. പാണ്ഡ്യാല ഷാജി പറഞ്ഞ പോലെ പിണറായി എന്ന് പറയുന്ന ആ ചരിത്ര പ്രാധാന്യമുള്ള മഹത്തായ ഗ്രാമത്തെ ഞാൻ നിന്റെ പേര് കൊണ്ട് മലിനപ്പെടുത്തുന്നില്ല. വിജയ, നിനക്ക് അഭിമാനമുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. നിനക്ക് ഒരല്പമെങ്കിലും എന്തെങ്കിലും ഒരു ധാർമ്മികതയുടെ കണികയും ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് ധർമ്മടത്ത് നിന്ന് രാജിവെച്ചിട്ട് നീ ഈ നാട് തന്നെ വിട്ടുപോകേണ്ടവനാണ് കേട്ടോ. നിന്റെ ദുർമുഖം ഇനി കാണുക എന്ന് പറഞ്ഞാൽ മലയാളി സഹിക്കില്ല കേട്ടോ വിജയ. അല്ലാതെ നിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതായാലും നന്നായി എന്ന് പറഞ്ഞാൽ നീ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലല്ലോ. അതിനുള്ള ഗഡ്സ് നിനക്കുണ്ടായില്ലല്ലോ. ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലേ. തൽക്കാലം ഇത്ര മാത്രം. ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിന്നെക്കുറിച്ചും നിന്റെ മരുവനെ കുറിച്ചും ഇനിയും പറയാനുണ്ടോ. കാരണം ഒന്നും പറയാതെ പോവില്ല ഇവിടുത്തെ ജനങ്ങൾ കേട്ടോ. ഓർത്തോ.
പത്രങ്ങൾ, മാധ്യമങ്ങൾ തനിക്കെതിരെ പ്രചാരണം നടത്തുന്നു അല്ലേ? സത്യം വിളിച്ചു പറയടോ, സത്യം വിളിച്ചു പറയും. നീക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റടോ? എന്ത് ചെയ്യാൻ പറ്റും? അധികാരം കയ്യിലുള്ളപ്പോൾ ഒരു ചുക്കും ചെയ്തിട്ടില്ല, അതിനുള്ള അമ്പിയറൊന്നും തനിക്ക് ഇല്ലടോ. ഇനിയിപ്പം പോലീസും പട്ടാളവും ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പം പോലീസും പട്ടാളവും ഇറങ്ങിയും മറ്റെന്താ പറയാ പാറ്റൻ ടാങ്കും ഹെലികോപ്റ്ററും ഒന്നും ഇല്ലല്ലോ അല്ലേ? ശരിയാക്കി തരട്ടോ, ശരിയാക്കി തരാം.